യെസ്, ശങ്കർ സംവിധാനം ചെയ്ത് കമൽഹാസൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഇന്ത്യൻ 2 എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അതിന്ന് റിലീസായിരിക്കുകയാണ്. 6 മണിയുടെ ഷോയാണ് ഞാൻ പോയി കണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം, അതൊരു നല്ല സിനിമയാണ്. പക്ഷേ ഈ സെക്കൻഡ് പാർട്ട് കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് പാർട്ട് കണ്ടു തീർക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഷോർട്ടാക്കി അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇന്ത്യൻ 2 വരുമ്പോൾ സത്യം പറഞ്ഞാൽ തമിഴ് ജനതയാണ് ശങ്കർ എന്ന സംവിധായകനെതിരെ കേസ് കൊടുക്കേണ്ടത്. കാരണം ഇത്ര പോലും ഉത്തരവാദിത്വം ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അത് കയറി പിടിക്കുന്ന ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ജനതയായി തമിഴ് ജനതയെ ചിത്രീകരിച്ചു എന്നുള്ളത് എന്ത് മോശമാണ് സാർ. ആരെങ്കിലും കംബാക്ക് ഇന്ത്യ എന്ന് പറയുന്നു, ഓഹോ കംബാക്ക് ഇന്ത്യൻ. ആരെങ്കിലും ഗോബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു, ഓഹോ ഗോബാക്ക് ഇന്ത്യൻ. ആരെങ്കിലും കൊല്ലാൻ പറയുന്നു, എന്നാൽ നമ്മൾ കൊന്നിട്ടേ ഉള്ളൂ. ആരെങ്കിലും രക്ഷിക്കാൻ പറയുന്നു, എന്നാൽ നമ്മൾ രക്ഷിച്ചിട്ടേ ഉള്ളൂ. സ്വന്തമായൊരു ചിന്തയില്ലാത്ത, എനിക്കെന്തോ അത് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് കയറുമ്പോഴാണ് ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ടുള്ള ഒരു ആഡ് വന്നത്. നമുക്കെന്തായാലും ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഫുൾ കഥ പറയണമല്ലോ. അതിനു മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരുപാട് ഗംഭീര ഏടുകളുള്ള ഒരു വലിയ ചരിത്രാധ്യായമാണത്. അതിനെ കേട്ടറിയാനുള്ള ഒരു അവസരം കുക്കു FM-ലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 7 ദിവസത്തേക്ക് നിങ്ങൾ പുതിയതായിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ 7 ദിവസത്തേക്ക് അവരുടെ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും. എന്നാൽ മറിച്ച് ഫാൻറ്റസി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഫ്രാൻസിസ് സിട്ടിക്കോര എന്ന പുസ്തകം. അതും കുക്കു FM-ൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്ന്, അംനീഷ്യ ബാധിച്ച റൂത്ത് എന്ന യുവതി ദുരൂഹമായ മരണങ്ങളുടെ ചുരുളഴിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഉണ്ട്. റൂത്തിന്റെ ലോകം എന്നാണ് അതിൻ്റെ പേര്. അതൊന്ന് കേട്ട് നോക്കണം. ഒരു പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന് ഇരിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. പക്ഷേ കുക്കു FM-ൽ ഒരാൾ നമുക്ക് വേണ്ടി സംഗീത അകമ്പടിയോടൊക്കെ കൂടെ ഒരു സിനിമ പോലെ പ്രസൻറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ പുസ്തകങ്ങളെ നമുക്ക് കുറച്ചും കൂടി അടുത്തറിയാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. ഇന്ത്യൻ 2 തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടത് തന്നെയാണ്. ലഞ്ചം 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 കാരണം ഇന്ത്യ തകർന്നടിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ സിനിമയിലെ ഓരോ സീനും കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തല്ലുകൊണ്ട് മരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന യൂട്യൂബ് ചാനലൊക്കെയുള്ള കുറച്ച് യങ്സ്റ്റേഴ്സ് അവർ താത്താവാ എന്ന് പറഞ്ഞ് കംബാക്ക് ഇന്ത്യൻ എന്നൊരു ഹാഷ്ടാഗ് ഇറക്കുന്നു. അത് വലിയ ട്രെൻഡിങ് ആവുന്നു. അത് കണ്ടിട്ട് നമ്മുടെ താത്ത തിരുമ്പി വരാറ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നെടുമുടി വേണുവിനെയാണ് കണ്ടിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു CBI ഉദ്യോഗസ്ഥനാണ് അയാൾ. ഈ സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വന്നെടുക്കുന്നതൊക്കെ വളരെ രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ മകൻ ബോബി സിംഹ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് CBI ഓഫീസറായിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് സിനിമയിൽ തന്നെ ഒരു ട്രോൾ ഡയലോഗ് പോലെ കമൽഹാസൻ പറയുന്നുണ്ട്. പക്ഷേ ആ സിനിമയിലെ ഏറ്റവും സീരിയസ് ആയി അവതരിപ്പിക്കപ്പെട്ട എന്നാൽ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ കോമഡി ആയി പോയത് ബോബി സിംഹയുടെ പ്രകടനമായിരുന്നു. പുള്ളിയുടെ പ്രകടനത്തിന് മാത്രം പറയാൻ പറ്റില്ല, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ വരുമ്പോൾ തിയേറ്റർ മുഴുവൻ പൂര ചിരിയായിരുന്നു. മാത്രമല്ല ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ആളെ പൂട്ടുക അല്ലെങ്കിൽ അയാളെ കൊല്ലുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചൂണ്ട് മർമ്മമൊക്കെ ഉപയോഗിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാ മർമ്മത്തിനും പേരിട്ടിരിക്കുകയാണ്. കുതിരമർമ്മം, ഓട്ടമർമ്മം, ചാട്ടമർമ്മം, ജസ്റ്റ് വെറുതെ ഒരു മർമ്മം. ഈ മർമ്മങ്ങളെല്ലാം കൂടി വലിയൊരു പുസ്തകമൊക്കെ ഉണ്ട്. ഈ മർമ്മം മാത്രം വെച്ചിട്ടാണ് താത്ത ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ കഥയ്ക്കും ഈ പാർട്ടിലേക്ക് വരുമ്പോൾ കുത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിക്കും പടം തുടങ്ങുമ്പോൾ ഈ പറയുന്ന പ്രെഡിക്റ്റബിൾ സാധനങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കമൽഹാസൻ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഗംഭീരമാകുമെന്ന്. പക്ഷേ ആ പ്രതീക്ഷയും തകർന്നടിയാണ് ചെയ്തത്. ഇതിൻ്റെ വിഷ്വലിൻ്റെ കാര്യം അത് എടുത്തു പറയണം കേട്ടോ. അതിൽ ഈ കോമൺ മാനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഗ്രാഫിക്കൽ പരിപാടികളൊക്കെ അത്യാവശ്യം രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നെടുമുടി വേണു അടക്കമുള്ള കുറച്ച് അഭിനേതാക്കളെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതെനിക്ക് അപ്രിഷിയബിൾ ആയിട്ട് തോന്നി. വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം, അനിരുദ്ധ് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോ പാട്ടും പ്രത്യേകിച്ച് ഈ താത്ത വരാറെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറേ ട്രാക്കൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ട്രാക്കൊന്നും കേട്ടിരിക്കാൻ പോലും എനിക്ക് തോന്നുന്നുണ്ടായില്ല. കാര്യം സിനിമ അത്രയും വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്നു. എന്നാൽ ഒരു പാട്ട്, എന്നാൽ ഒരു ഡാൻസ്, എന്നാൽ ഒരു പാട്ട്, എന്നാൽ ഒരു ഡാൻസ്. ഇത് കണ്ടിരിക്കാൻ രസമാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നിൽ ഒരു ചലനം ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ചാരി ഇരുന്നത് കാണുകയാണ്. ചിലപ്പോൾ രാവിലെ 6 മണിയുടെ ഷോ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും കാണികളുടെ ക്ഷീണം മാറ്റാൻ സിനിമയിലെ പാട്ടുകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യമായിട്ടാണ് അനിരുദ്ധിൻ്റെ പാട്ടുകൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും തോന്നാതെ ഇങ്ങനെ ഇരുന്ന് കണ്ടത്. ഇനിയാണ് ഈ സിനിമയുടെ കഥ. ഈ കഥയിൽ തന്നെയല്ലേ സാർ അന്യൻ എന്ന സിനിമയിൽ നിങ്ങൾ കാണിച്ചത്? ഹോട്ടൽ മുതലാളി, ബിസിനസ്സുകാരൻ,
ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇത് തന്നെ. ഇനി നിങ്ങൾ എങ്ങനെ അന്യൻ്റെ പാർട്ട് വർക്കും അത് നിങ്ങൾ ഈ സിനിമയിൽ എടുത്ത് കഴിഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരക്ഷരം പോലും ഇണ്ടാതെ ഇതിൻ്റെ ഒരു പ്രീക്വൽ എടുത്തിരുന്നെങ്കിൽ പോലും വളരെ രസമായിരുന്നു. ഈ സിനിമയുടെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇന്ത്യൻ സിനിമ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ സേനാപതി ഒരു പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികാരങ്ങളൊക്കെ ചെയ്യുന്നത്. അയാൾക്ക് നേരിട്ട അനീതിയൊക്കെയാണ്. അപ്പോൾ അത് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നതായിരുന്നു. സിനിമയുടെ കുറേ ഭാഗങ്ങളിൽ അവർ നായികമാരെയൊക്കെ കാണിച്ച് കോമഡിയൊക്കെ ഇട്ട് വലിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ എന്ന സിനിമയിൽ സേനാപതിയുടെ പെയിൻ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ആ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഈ പ്രതികരിക്കുന്നത് അയാൾക്ക് കൂടി ഏറ്റ ഒരു മുറിവിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ സത്യം പറയാമല്ലോ, ഒരു ഡോഗ് ഷോ സൈക്കോ എന്നാണ് എനിക്കത് ഫീൽ ചെയ്തത്. വലിയ വില്ലന്മാരെയൊക്കെ പുള്ളി പോയി നേരിടുന്നു, ബാക്കിയുള്ളവരൊക്കെ പിള്ളേരെ വിടുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇന്ത്യൻ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താത്ത കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അന്യനാണ്, ഇത് താത്തയല്ല. അത് മാത്രമല്ല, 2-3 പേരെ നിങ്ങളങ്ങ് കൊന്ന് ഇല്ലാതാക്കി പേടിപ്പിച്ച് കഴിഞ്ഞാൽ മാറുന്നതല്ല കൈക്കൂലിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റവും. വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ വേണം എന്ന് പറയുന്നൊരു ഫീല് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുമായിരിക്കും. ഈ സിനിമയിൽ എവിടെ അത് നടന്നതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗുണമില്ലാത്തൊരു പരിപാടിയാണ് താത്ത വന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താത്ത എത്ര പേരെ കൊല്ലും. അത് മാത്രമല്ല, ഈ പണക്കാരെയൊക്കെ ഈ സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. 50 രൂപ കയ്യിലുണ്ടെങ്കിൽ അത് മാലയാക്കി കഴുത്തി തൂക്കിയിട്ടുണ്ടോ അങ്ങനെ പണക്കാരാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ 2 വരുമ്പോൾ ഇവിടെ കുറേ യങ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇമോഷണലി പല കാര്യങ്ങളും നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവേണ്ടതാണ്. പക്ഷേ അതൊന്നും തന്നെ കണക്റ്റ് ആയതായി എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, സിദ്ധാർത്ഥൊക്കെ മരിച്ച് അഭിനയിച്ചൊരു സീക്വൻസ് കഴിയുമ്പോഴേക്കും ടുട്ടു എന്ന് പറഞ്ഞൊരു സാധനം ആ മ്യൂസിക് ഇട്ടെടുത്താണ്ടല്ലോ നമ്മൾ ചിരിച്ച് മറിയും. അങ്ങനെ ഒരു സാധനമുണ്ട്. അത് നിങ്ങൾ സിനിമ അഥവാ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കാം. ശരിക്കും ഈ ലഞ്ചത്തിനെതിരെ പോരാടുന്ന കഥാപാത്രങ്ങളെ പൊക്കിക്കൊണ്ടുവരുന്ന തമിഴ് ഫിലിം മേക്കേഴ്സിനോട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഈ കരയാനും ആത്മഹത്യ ചെയ്യാനും മാത്രം സിനിമകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മുഖങ്ങളുണ്ട്. ഈ സിനിമയിലും അങ്ങനെ കണ്ടു. അവർക്ക് ഇതിനു മുമ്പ് എത്രയോ സിനിമകളിൽ ഇങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് അഭിനയിച്ച് മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല വേഷം കൊടുക്കുന്ന രീതിയിൽ നല്ലൊരു കഥ ഉണ്ടാക്കിയിട്ട് വാ. അല്ലാതെ ജനങ്ങളുടെ ഹൃദയത്തിൽ നന്നായി പതിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രത്തിനെ ഇങ്ങനെ കോമഡി ആക്കരുത്. പിന്നെ മേക്കപ്പ് അത് ഞാൻ പറഞ്ഞിട്ടെങ്കിൽ ഭയങ്കര മോശമാവുമല്ലോ. ഈ സിനിമയിലെ മറ്റൊരു കാര്യത്തിനും ലോജിക്ക് ഇല്ലാത്തതുകൊണ്ട് മേക്കപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നമ്മൾ ട്രെയിലറിൽ കണ്ട ആ പൊറോട്ട മാവല്ല നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച്, ഞാൻ ഈ സിനിമ FDFS ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശരീരമേനയും ഒരു പനിയുടെ ലാഞ്ചന പോലെയൊക്കെ ഉണ്ട്. പനിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുത്താലോ എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ കമലഹാസൻ, ശങ്കർ എന്നൊക്കെ കേട്ടിട്ട് വെളുപ്പിന് 6 മണിക്ക് തിയേറ്ററിൽ പോയിരുന്നതാണ്. ഒരു ഡോളർ കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ഈ സിനിമ എന്നെ പഠിപ്പിച്ചു. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ആൾക്കാർ കമലഹാസനെ ജയ് വിളിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അവരെ പോലെ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തിയേറ്ററിൽ ഈ സിനിമ കണ്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.